വഅൻഹു അലി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് കാല അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന ദാറുൽ ഹിക്മത്തി ഞാൻ തന്ത്രജ്ഞതയുടെ ഭവനമാണ്. അലിയുൻ ബാബുഹ അലി റളിയല്ലാഹു തആല അൻഹു അതിൻ്റെ കവാടവുമാണ്. ഞാൻ തന്ത്രജ്ഞതയുടെ വിജ്ഞാനത്തിൻ്റെ വീടാണ്, ആ വീടിൻ്റെ കവാടമാണ് അത് അലി റളിയല്ലാഹു തആല. തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി കാല ഹാദ ഹദീസുൻ ഗരീബ് ഹദീസ് ഗരീബാണ്. തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരിക്കുന്നു. റാവി ഒറ്റപ്പെട്ട ഹദീസിന് എന്ന് പറയാം, ഗരീബ് എന്ന് പറയാം. കാല റവാ ബഅദുഹും തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ചില പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹാദൽ ഹദീസിനെ അൻ ഷരീഖ് ആരെ തൊട്ട് ഷരീഖ് എന്നൊരു തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലം യദ്കുറു ഫീഹി അനി സുനാബഹി എന്നവരെ തൊട്ട് അവരെന്ത് ചെയ്തില്ല, ഹദീസിൻ്റെ സ്ഥാനത്തിൽ അവർ പറഞ്ഞിട്ടില്ല. ഇത് തുടർന്ന് പറയാണ് വലാ നാരിഫു ആദൽ ഹദീസ, അത് പറയാണ് തിരുമതി തങ്ങൾ പറയാണ് നമുക്കറിയില്ല ഈ ഹദീസിനെ അൻ അഹദിൻ മിന സിക്കാത്തി, സിക്കത്തുള്ള പണ്ഡിതന്മാരിൽ നിന്നും ഉറച്ചവരും വിശ്വസ്തരുമായ പണ്ഡിതന്മാരിൽ നിന്ന് ഒരാളെ തൊട്ടും ഈ ഹദീസ് നമുക്ക് അറിയില്ല. ഫൈറ ഷരീഖ് ആരെ തൊട്ടല്ലാതെ, ഷരീഖ് എന്നവരെ തൊട്ടല്ലാതെ ഈ ഹദീസിനെ അറിയില്ല കേട്ടോ. അവരെ തൊട്ട് മാത്രമാണ് നമുക്കെന്താണ് ഈ ഹദീസ് ഒരു ഉറപ്പുള്ള സിക്കത്തുള്ള ആളുകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതായിട്ട് ഈ ഹദീസിനെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. വാൻ ജാബിർ, പിന്നെ ആരെ തൊട്ടും ജാബിർ റളിയല്ലാഹു തആല അൻഹു കാല ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു. മറ്റൊരു ഹദീസാട്ടോ ജാബിർ എന്നുള്ളത്. ജാബിർ റളിയല്ലാഹു തആല അൻഹു തൊട്ട് റിപ്പോർട്ട് കാല ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷണിച്ചു. യൗമ ത്വായിഫിലേക്ക് ഹിജറ പോയ ആ ദിവസത്തിൽ എന്ത് ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ആരെ, അലി റളിയല്ലാഹു തആല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു വിളിച്ചു. യൗമ ത്വായിഫിലേക്ക് പോയ ദിവസത്തിൽ, ഹിജറ പോയ ദിവസത്തിൽ ഫന്തജാഹു, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുമായിട്ട് അഭിമുഖ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അഭിമുഖ സംഭാഷണത്തിൽ ഏർപ്പെട്ടു. കാലന്നാസ്, ഇപ്പോൾ ജനങ്ങൾ പറഞ്ഞു, കപടവിശ്വാസികൾ ആൾക്കാരും മറ്റും പറഞ്ഞു, ലഖദ് ത്വാല നജ്വാഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അലി റളിയല്ലാഹു തആല അൻഹുമായുള്ള സംസാരം എന്താണ്, നീണ്ടുപോയിരിക്കുന്നു, ദീർഘമായി സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. മാ ബിനി അമ്മിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ്റെ മകൻ ആരാ, അലി റളിയല്ലാഹു തആല, പിതൃവ്യൻ്റെ മകനോടൊപ്പമുള്ള പ്രവാചകരുടെ അഭിമുഖ സംഭാഷണം എന്താണ്, നീണ്ടുപോയി, ദീർഘമായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മന്ദജൈതുഹു വലാകിന്നല്ലാഹ അൻതജാഹു, ഞാൻ അലി റളിയല്ലാഹു തആല അൻഹുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തിയിട്ടില്ല, മറിച്ച് നിശ്ചയം അല്ലാഹു തആലയാണ് അലി റളിയല്ലാഹു തആല അൻഹുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തിയിരിക്കുന്നത്. അമാ റമൈത വലാകിന്നല്ലാഹ റമ എന്ന് പറഞ്ഞില്ല ഖുർആൻ, എന്ന് പറഞ്ഞ മാതിരി അങ്ങ് എറിഞ്ഞിട്ടില്ല, അല്ലാഹു തആലയാണ് എറിഞ്ഞെന്ന് പറഞ്ഞാൽ അല്ലാഹു തആല എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്താൻ ആ നിലയ്ക്കാണ് ഞാൻ ചെയ്തത് അഭിമുഖ സംഭാഷണം നടത്തിയിട്ടുള്ളത് എന്ന ആ ഒരു വിവരം അവരൊക്കെ എന്ത് ചെയ്തു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു കൊടുത്തു. തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് കാല അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലി റളിയല്ലാഹു തആല പറഞ്ഞു, യാ അലി എന്നവരെ, ലാ യഹില്ലു ലി അഹദിൻ, ഒരാൾക്കും അനുവദനീയമല്ല, ബി ജംബിൻ ഫി ഹാദൽ മസ്ജിദി, അലി യജ്നിബു ഫി ഹാദൽ മസ്ജിദ്, ഈ മസ്ജിദിൽ എന്താണ് ഒരു സൈഡ് പിടിക്കൽ, ഒരു അരികിൽ ഒരു വഴി, ഒരു വാതിൽ, അങ്ങനെ ആ വാതിൽ വഴി കയറാനൊരു അവസരം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഒരു വാതിലും വഴിയുണ്ട്, പിന്നെ ഇറക്കണ്ട് അലി റളിയല്ലാഹു തആല അൻഹു വാതിലും വഴിയുണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ ഒരരികിൽ ഒരു വഴി പിടിക്കൽ, ഒരു വാതിൽ പിടിക്കൽ ഒരാൾക്കും അനുവദനീയമല്ല, ഞാനല്ലാതെ ഒരാൾക്കും അനുവദനീയമല്ല.
നിങ്ങളല്ലാതെ ആർക്കും അനുവദനീയമല്ല. അപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവിനുള്ള ആ ഒരു മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കാം കേട്ടോ. ഞാനല്ലാതെ നിങ്ങളുമല്ലാതെ ഒരാൾക്കൊന്നാണ് അനുവദനീയമല്ല. കാല അലീബിനുൽ മുന്തിർ, അലീബിൻ മുന്തിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കൊൽത്തു ഞാൻ പറഞ്ഞു, ലിറാറിബിന് സുറദ്, ലിറാറിബിന് സുറദ് എന്നവരോട് പറഞ്ഞു, മാ മാന ഹാദൽ ഹദീസ്, ഈ ഹദീസിൻ്റെ മാന എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കാല ആര് പറഞ്ഞു, ലിറാറിബിന് സുറദ് എന്നവർ പറഞ്ഞു, ലാ യഹില്ലു ലി അഹദിൻ, ഒരാൾക്കും അനുവദനീയമില്ല, യസ്തത്രിഖുഹു, ഒരു വഴി ഉണ്ടാക്കിയെടുക്കൽ, ഒരു വഴിത്താര സൃഷ്ടിക്കൽ, വഴി ഉണ്ടാക്കൽ, വഴി തേടൽ, ജംബൻ ഗൈരി, ഈ മസ്ജിദിൽ ഒരരികെ ഒരു വഴി ഉണ്ടാക്കി, ഒരു വാതിൽ, ഒരു വഴി ഉണ്ടാക്കി വരൽ അനുവദനീയമല്ല. ഗൈരി, ഞാനല്ലാതെ ഒരാൾക്കും അനുവദനീയമല്ല, ഗൈറക, നിങ്ങളല്ലാതെ ആർക്കും അനുവദനീയമല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് ആരാ പറഞ്ഞത്? ദിറാർ ഇബ്നു സുറദ് റളിയല്ലാഹു തആല അൻഹു എന്നോട് പറഞ്ഞു എന്ന് അലി ഇബ്നു മുൻദിർ റളിയല്ലാഹു തആല അൻഹു പറയാം. റവാഹു തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞിരിക്കുന്നു, ഖാല ഹദീസുൻ ഹസനുൻ ഗരീബ്, ഹദീസ് ഹസനാണ്, ഗരീബാണ് എന്നാര് പറഞ്ഞിരിക്കുന്നു? തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞിരിക്കുന്നു. ഉമ്മു അത്തിയത്ത് റളിയല്ലാഹു തആല അൻഹയെ റിപ്പോർട്ട് കാലത്ത് ഉമ്മു അത്തിയത്ത് റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ബാസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജയ്ഷൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു സൈനിക സംഘത്തെ പറഞ്ഞയച്ചു. ഒരു സമര രംഗത്തേക്ക് ആ സൈനിക നടപടിക്ക് വേണ്ടിയിട്ട് സംഘത്തെ പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ അങ്ങനെ വേണ്ടി വരും. ശത്രുക്കളുടെ ഉപദ്രവവും കുതന്ത്രങ്ങളും വേണ്ടാദിനങ്ങളും കൂടി വരുമ്പോൾ അവരെ അങ്ങനെ ഒന്ന് ശരിയാക്കലല്ലാതെ വേറെ മാർഗ്ഗമില്ല എന്ന് വരുമ്പോൾ ആ വഴിക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈനിക നീക്കങ്ങൾ നടത്തും. ഫീഹിം അലി, ആ കൂട്ടത്തിൽ ആരുണ്ട്? അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കേട്ടോ കാലത്ത്. അപ്പോൾ ഈ ഹദീസിൻ്റെ റാവിയത്തായ ആര്? ഉമ്മു അത്തിയത്ത് റളിയല്ലാഹു തആല അൻഹ പറയാണ്, അപ്പോൾ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. റാഫിയുൻ യദൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരു കരങ്ങളെയും ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത് പറയുകയാണ്, അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ തുരിയനി അലിയ, അല്ലാഹുവേ എന്നെ നീ മരിപ്പിക്കരുതേ, എൻ്റെ റൂഹ് നീ പിടിക്കരുതേ, എൻ്റെ റൂഹിനെ നീ സ്വീകരിക്കരുതേ, ഹത്താ തുരിയനി അലിയ, എന്നെ നീ അലിയെ കാണിച്ചു തരുന്നത് വരെ. അലി റളിയല്ലാഹു തആല അൻഹു സൈനിക നീക്കത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിരിക്കുന്ന അലി റളിയല്ലാഹു തആല അൻഹു രക്ഷപ്രാപിച്ച് വിജയം ഭരിച്ച് തിരിച്ചു വന്നെന്നെ കാണുന്നത് വരെ എൻ്റെ റൂഹ് നീ സ്വീകരിക്കരുതേ, എൻ്റെ റൂഹ് നീ പിടിക്കരുതേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടുവെന്ന് ഉമ്മു അത്തിയത്ത് റളിയല്ലാഹു തആല അൻഹ പറയുന്നു. അപ്പം എത്ര അടുപ്പവും സാമീപ്യവും സ്നേഹവും അലി റളിയല്ലാഹു തആലയുടെ വലിപ്പവും മഹത്വവും ഒക്കെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. തിർമിദി റഹ്മത്തുള്ളാഹി തആല അലൈഹി. അപ്പോൾ ഇങ്ങനെ അനിവാര്യ ഘട്ടങ്ങൾ സൈനിക നീക്കം ഉണ്ടാവും. തൊട്ട് മുമ്പുള്ള ദൃശ്യപ്പെടുത്തല്ലോ, ഒരു സേനാവിന്യാസത്തിന് വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആളുകളെ തയ്യാറാക്കുമ്പോൾ അല്ലേ, അവിടെ സേനാനായകനായിട്ട് ആര് വയ്ക്കും? അലി റളിയല്ലാഹു തആല അൻഹുവിനെ സ്ഥാപിക്കും, റായത്ത് കൊടുക്കും, പതാക കൊടുത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ ആ സൈനിക നീക്കത്തിനായിട്ട് പുറപ്പെടാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ അലി റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, നമ്മെപ്പോലെ അവരാകുന്നത് വരെ അവരോട് ഞാൻ പോരാടണമെന്ന് ചോദിക്കുന്നു. ഇല്ല, വിളിച്ചല്ല, നമ്മെപ്പോലെ അവരാകുന്നത് വരെ അവരോട് ഞങ്ങൾ പോരാടണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? നിങ്ങളെ കൊണ്ട് ഒരാൾ ഹിദായത്ത് കിട്ടുക എന്നത് എന്താണ്? ചുവന്ന ഒട്ടകങ്ങളെക്കാളും നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ അറബ് സമൂഹത്തിൻ്റെ അന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് എന്താ? ചുവന്ന ഒട്ടകം. അപ്പോൾ ആ ചുവന്ന ഒട്ടകങ്ങൾ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അവരുടെ ഫഹമിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാൻ ആ വാക്ക് ഉപയോഗിക്കാൻ അർത്ഥം എന്താ? ലോകത്തെ എന്ത് വിലപിടിപ്പുള്ള വസ്തുവിനേക്കാളും മികച്ചതാണ് ഒരാൾക്ക് നിങ്ങൾക്ക് എന്താണ് അയാളെ അദ്ദേഹത്തെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കൺവെർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഏതെല്ലാം മാർഗത്തിൽ അവരെ ദീനീയായ നന്മകൾ അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നന്മയുടെ വക്താക്കളും ധർമ്മത്തിൻ്റെ നീതിയുടെ പക്ഷത്തൊക്കെ അവരെ താല്പര്യമുള്ളവരും അവരെ ഉൾക്കൊള്ളുന്നവരുമാക്കി ഒരു നല്ല നിലയിലേക്ക് അവരെ കൺവെർട്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനാണ് തുനിയേണ്ടത്. ഒന്നും സാധിക്കില്ല എങ്കിൽ അവരുടെ താന്തോന്നിത്വവും വേണ്ടാതിനോ അമർച്ച ചെയ്യാൻ വേറെ യാതൊരു മാർഗവുമില്ല എങ്കിൽ
ഒരു സർജൻ, ഡോക്ടറായ ഒരു സർജൻ യാതൊരു നിവൃത്തിയുമില്ല ടാബ്ലറ്റ്സ് എല്ലാം കൊടുത്തു, മെഡിസിൻസ് കൊടുത്തു, ക്യാപ്സൂൾസ് കൊടുത്തു, സിറപ്പ് കൊടുത്തു, മനസ്സിലായില്ലേ? പല നിലയ്ക്കുമുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും മരുന്ന് ക്രിയകൾ നടത്തിയിട്ടും ചികിത്സ ഭരിക്കാതെ, അത് ഏൽക്കാതെ ആൾ രോഗാതുരമായി തുടരുമ്പോൾ സർജറി വേണം, അല്ലേ? സർജറി വേണം, ഓപ്പറേഷൻ വേണം, അല്ല വേറെ നിവൃത്തിയില്ല എന്ന് പറയും. ഏതെങ്കിലും ഡോക്ടർക്ക് അതിനടുത്ത് വന്ന പേഷ്യൻറ്റിനെ കീറി മുറിക്കാൻ താല്പര്യം ഉണ്ടാവോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ ഭൂമേനി വട്ടം കീറും, വയറോ ചങ്കോ ബൈപ്പാസ് എന്നൊക്കെ പറഞ്ഞെന്താണ്, നെടുനീളെ കീറുകയാണ്, തലയോ കഴുത്തോ ഒക്കെ കീറും. ഇതിന് വേണ്ടിയിട്ടാ ഇനി മുന്നോട്ട് അയാൾക്ക് ജീവിക്കുന്ന അത്രയും കാലം ഒരു രോഗം ഇല്ലാത്ത നിലയിൽ ഒരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ആ നിലയ്ക്കുള്ള ഇടപെടലാണ് സൈനിക രംഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും അഥവാ ഇസ്ലാം ജീവിതത്തിലോ നടത്തിയിട്ടുള്ളൂ. മൊത്തം മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരെത്രയാ? ഇസ്ലാമിൻ്റെ സ്വഹാബത്തിൻ്റെ സൈനിക നടപടിയിൽ മരണപ്പെട്ടിട്ടുള്ള 1000-ൽ പരം ആൾക്കാർ മാത്രമാണ്. 1500 പോലുമില്ല, 1000-ൽ പരം, 1000 കുറച്ചെണ്ണം ആൾക്കാർ മാത്രമാണ്. ഇന്നിവിടെ കൊണ്ടിടുന്ന ഓരോ ബോംബിൻ്റെ എത്ര ലക്ഷമാണ്. കംബോഡിയക്കാരനായ ഏകാധിപതി കൊന്ന എത്ര കോടി ആൾക്കാരെയാണ്? മുസോളിനി, ഹിറ്റ്ലർ, സ്റ്റാലിൻ, ചെങ്കിസ് ഖാൻ, അല്ലേ? ലക്ഷോപലക്ഷം ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ടാണ് അവരവരുടെ അധികാരവും അധികാരപ്രമത്തതയും ഏകാധിപത്യവും സ്ഥാപിച്ചത്. നന്മയ്ക്ക് വേണ്ടിയല്ല, മനസ്സിലായില്ലേ? ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി വേറെ നിവൃത്തിയില്ലാതെ വന്ന ഘട്ടത്തിൽ മാത്രമാണ് ഇസ്ലാം എന്ത് ചെയ്തുള്ളൂ, അടർക്കളത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും.